അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബയോടെക്കിന്റെ ഹോട്ടൽ പ്രോജക്റ്റിനെയാണ് പരിചയപ്പെടുത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് കുടപ്പനക്കുന്ന് പാതിരപ്പള്ളി എന്ന സ്ഥലത്താണ്. അവിടെയുള്ള നമ്മുടെ കസ്റ്റമറായ ഹോട്ടൽ ചിന്നു ഫാസ്റ്റ് ഫുഡ് ഹോട്ടലിന്റെ ഉടമയായ മോഹനൻ ചേട്ടനാണ് എൻ്റെ ഒപ്പം ഉള്ളത്. നമസ്കാരം ചേട്ടാ. മോഹനൻ ചേട്ടനും ഭാര്യയും ബിന്ദു ആന്റിയും കൂടെ ഒരുമിച്ചാണ് ഈ ഹോട്ടൽ നടത്തുന്നത്. ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ടർബോ ഹൈ പ്രഷർ ബയോഗ്യാസ് പ്ലാന്റ് ആണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് മോഹനൻ ചേട്ടന്റെ തന്നെ ചോദിച്ചറിയാം. നമസ്കാരം ചേട്ടാ. അപ്പോൾ ഈ ഹോട്ടൽ ഇപ്പൊ എത്ര വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു? ഇവിടെ തുടങ്ങിയിട്ട് 21 വർഷം. 21 വർഷമായിട്ട് ചിന്നു ഫാസ്റ്റ് ഫുഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ബയോടെക് ബയോഗ്യാസ് പ്ലാന്റിനെ കുറിച്ച് അറിയുന്നതും ഇതിലേക്ക് എത്തിപ്പെടുന്നതൊക്കെ? പ്ലാന്റിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഒരു സാറാണ് ഇവിടെ വന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു എന്ന് പറയുന്ന സാറ്. അന്നേരം ഞങ്ങൾക്ക് ഇത് താല്പര്യം തോന്നി. എടുത്തു കഴിഞ്ഞപ്പോഴാണ് നല്ലതായിട്ട് തോന്നണത്. നല്ലതെന്ന് വെച്ചാൽ ഗ്യാസിനെ കാട്ടി പ്ലാന്റ് നല്ലതാണ്. അപ്പം ഇപ്പൊ പ്ലാന്റ് ഇവിടെ ഒന്നൊന്നര മാസമായിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ഹെൽപ്ഫുൾ ആണല്ലേ എല്ലാ രീതിയിലും? ഓക്കെ. അപ്പോ നമ്മള് ചിന്നു ഫാസ്റ്റ് ഫുഡില് സ്ഥാപിച്ചിട്ടുള്ള ടർബോ ഹൈ പ്രഷർ പ്ലാന്റ് ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ? അപ്പൊ ചേട്ടാ നമുക്കൊന്ന് കണ്ടാലോ പ്ലാന്റ്? അപ്പോ ഇതാണ് ചിന്നു ഫാസ്റ്റ് ഫുഡ് ഹോട്ടലില് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള ടർബോ ഹൈ പ്രഷർ ബയോഗ്യാസ് പ്ലാന്റ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇത് 2.5 ഘനമീറ്റർ ആണ് ഇതിന്റെ വലിപ്പം വരുന്നത്. നമുക്ക് കാണുമ്പോൾ ഇത് ചെറുതായിട്ട് തോന്നാം, പക്ഷെ ഇതിന്റെ ബാക്കി ഭാഗം നമ്മള് മണ്ണിനടിയിലാണ് കുഴിച്ച് വെച്ചേക്കുന്ന രീതിയിലാണ്. ഒരാളിനെക്കാളും പൊക്കം വരും ഈ പ്ലാന്റിന്. നമ്മൾ ഉപയോഗിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കുഴിച്ച് വെച്ചേക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണിത്. ഇതില് ഓട്ടോമാറ്റിക് സ്ലറി മിക്സിംഗ് സിസ്റ്റം ഉണ്ട്. അത് കൂടാതെ തന്നെ ഒരുപാട് യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ബയോടെക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹൈ പ്രഷർ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, നല്ല ഹൈ ഫ്ലെയിമും അതുപോലെ തന്നെ നല്ല ചൂടും ആണ് ഇതിൽ നിന്ന് വരുന്ന ബയോഗ്യാസിന്. കൂടാതെ മസ്കിറ്റോ ബ്രീഡിങ്ങോ സ്മെല്ലോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഈ ബയോഗ്യാസ് പ്ലാന്റിനില്ല. അപ്പോൾ ബാക്കി കാര്യങ്ങൾ, ഇതിന്റെ പ്രവർത്തനവും ഇതിന്റെ ബാക്കി ബെനിഫിറ്റ്സും റിവ്യൂസും ഒക്കെ നമുക്ക് ഹോട്ടലിന്റെ ഉടമയോട് തന്നെ ചോദിച്ചറിയാം. എത്രത്തോളം വേസ്റ്റ് ആണ് ഇതിൽ ഇടുന്നത്? 10 ലിറ്റർ 20 ലിറ്റർ വരെ ഇതിനകത്ത് ഇടുന്നുണ്ട്. അപ്പോ ഡെയിലി എത്ര മണിക്കൂർ യൂസ് ചെയ്യും? ഡെയിലി ഇപ്പൊ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് ഒരു 4-5 മണിക്കൂർ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഹോട്ടലിലേക്കുള്ള ആവശ്യത്തിന് ഉള്ള ബയോഗ്യാസ് കിട്ടുന്നുണ്ടോ? വീട്ടിലെ ആവശ്യത്തിനും കടയിലെ ആവശ്യത്തിനെല്ലാം ഈ ബയോഗ്യാസ് ഉപയോഗിക്കും. ഇപ്പൊ എന്തൊക്കെ വിഭവങ്ങൾ പാകം ചെയ്യാനാണ് ഇപ്പൊ ബേസിക്കലി ബയോഗ്യാസ് യൂസ് ചെയ്യണത് ഇവിടെ? അത് ചിക്കനും ബീഫൊക്കെ ഉണ്ടാക്കാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ബീഫ് എല്ലാം വേവിക്കാനും പ്രഷർ കുക്കറൊക്കെ വെച്ച് വേവിക്കും, അതിനൊക്കെ ഉപയോഗിക്കുന്നത്. എത്ര സമയത്തിനുള്ളിൽ വെന്ത് കിട്ടും ഭക്ഷണമൊക്കെ? സാധാരണ ഗ്യാസ് സ്റ്റവിൽ വെക്കുന്ന അതേ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. ഒരു റേഞ്ചിൽ തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പം ഇത് നമ്മുടെ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് മുൻപും ഇപ്പോഴും നോക്കുമ്പോ LPGയുടെ അളവ് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടോ? തീർച്ചയായും അത് കുറച്ചിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ശരി. അപ്പൊ മുമ്പ് എത്ര സിലിണ്ടർ LPG സിലിണ്ടർ എടുത്തിരുന്നു? ഇപ്പൊ എത്രയായിട്ട് കുറഞ്ഞത്? ഈ പ്ലാന്റ് സ്ഥാപിക്കുന്നുണ്ട് നമ്മള് ഗ്യാസ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വീട്ടിലാണെങ്കിൽ 1 മാസമൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഹോട്ടലിലാണെങ്കിൽ ഒരു 15 ദിവസം മാറ്റണം. പിന്നെ ഇതിലിപ്പം വേസ്റ്റ് ഒക്കെ എങ്ങനെയാണ് തരം തിരിച്ചിട്ടാണോ ഇടുന്നത് ഇതില്? അല്ല, അവരൊരു മാനുവല തന്നിട്ടുണ്ട്. അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. കറക്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ പ്രാവർത്തികമായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കാനും അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടിട്ടുണ്ടോ? അങ്ങനെ കാര്യമായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ബേസിക്കലി ചേട്ടന്റെ ഭാര്യയാണല്ലേ ഹോട്ടൽ നടത്തുന്നത്. അപ്പം ചേച്ചിയുടെ അഭിപ്രായത്തില് എങ്ങനെ, ഹാപ്പിയാണോ ചേച്ചി? അപ്പൊ ചേച്ചിയാണ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണതും പ്രവർത്തിപ്പിക്കുന്നതും? കടയിരിക്കുന്ന വേസ്റ്റുകളൊക്കെ ഞാൻ തന്നെ മിക്സിയിൽ അടിച്ച് എല്ലാം കൊടുക്കും. പുള്ളിനകത്ത് എല്ലാം ഒഴിക്കും, എല്ലാം ചെയ്യും. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലാണോ ഇത് ഇടുന്നത്? വൈകുന്നേരങ്ങളാണ്. പ്ലാന്റ് വരണേന് മുമ്പ് എങ്ങനെയായിരുന്നു ഈ ജൈവമാലിന്യ സംസ്കരണം നടത്തിക്കൊണ്ടിരുന്നത്? കുടുംബശ്രീ അവര് വന്നെടുത്ത് വേസ്റ്റ് എടുത്തോണ്ട് പോകും. അങ്ങനെ കൊടുക്കും. പിന്നെ ഇതിലിടേണ്ട സാധനങ്ങളും അത്
വേർതിരിച്ചെടുത്തിട്ട് ബാക്കിയെല്ലാം കൊടുക്കുമ്പോഴും. ഇപ്പം മൊത്തത്തിലുള്ള മാലിന്യ സംസ്കരണത്തിൽ എത്രത്തോളം ബയോഗ്യാസ് നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ് സഹായിച്ചിട്ടുണ്ട്? പരിസ്ഥിതിയൊക്കെ വൃത്തിയായിട്ട് വെക്കാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പൊ ഇത് ഇപ്പോ ഒരു മാസം കഴിഞ്ഞല്ലോ. അപ്പൊ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലേബേഴ്സും സ്റ്റാഫും അവരൊക്കെ എങ്ങനെയായിരുന്നു? നല്ല രീതിയിലായിരുന്നോ അവരുടെയൊക്കെ അപ്രോച്ച്? ഇപ്പോഴും എങ്ങനെയാണ് ബയോടെക്കിനെ സമീപിക്കുമ്പോ? നല്ല അഭിപ്രായം തന്നെ. നല്ല അഭിപ്രായമാണ്. എല്ലാ കാര്യങ്ങളും ഒക്കെ വ്യക്തമായി പറഞ്ഞു തന്നിരുന്നോ? തീർച്ചയായും എല്ലാം ചെയ്തിട്ടുണ്ട്. കുറെ ഇത് തുടക്കം മുതലേ വരുന്ന എല്ലാ അതിന്റെ ഓഫീസർമാരും മറ്റ് ജോലിക്കാരെല്ലാം എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ മൊത്തത്തില് ഇതിന്റെ ഒരു പെർഫോമൻസിനെ കുറിച്ച് പൊതുജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? പ്ലാന്റിനെ കുറിച്ചുള്ള നല്ല അഭിപ്രായം എന്നുള്ളത് ഗ്യാസ് ലാഭം, സമയ ലാഭം, പിന്നെ പെട്ടെന്ന് ആഹാരമൊക്കെ ഗ്യാസിനെ കാട്ടി ഈ പ്ലാന്റ് വെച്ചതിന് ശേഷം പെട്ടെന്ന് ആഹാരങ്ങൾ പാകം ചെയ്യാൻ പറ്റും. നല്ല ഹൈ ഫ്ലെയിം കിട്ടുന്നുണ്ടല്ലേ? ഇവിടെ ഇപ്പം യൂസ് ചെയ്യുമ്പോ എന്തെങ്കിലും നാറ്റമോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ? ഇല്ല, പ്രശ്നമില്ല. ഇപ്പം ഈ സ്റ്റൗ പ്രവർത്തിപ്പിക്കാനും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അങ്ങനെയില്ല. ഇല്ല, ഈസിയാണ്. ഈസിയാണ്. ഇപ്പൊ ഇതിലിപ്പം വെള്ളം തിളപ്പിക്കാൻ വെച്ചാൽ എത്ര നേരം എടുക്കും തിളച്ചു വരാൻ? സാധാരണ ഗ്യാസ് സ്റ്റൗവിൽ അതേ ടൈമിൽ കിട്ടും. ഫ്ലെയിം ഒക്കെ നല്ല ഹൈ ആയിട്ട് നല്ല ചൂട് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പൊ LPG നമ്മൾ യൂസ് ചെയ്യുമ്പോഴും ഈ ഗ്യാസ് യൂസ് ചെയ്യുമ്പോഴും എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ ഫ്ലെയിമിന്റെ കളറാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മണമായിട്ട്? ഇല്ല, അങ്ങനെയൊന്നും മണമൊന്നും പ്രത്യേകിച്ച് മണമൊന്നും ഇല്ല. ഇപ്പൊ LPG എങ്ങനെയാണോ യൂസ് ചെയ്യണം അതുപോലെ തന്നെ കുറച്ചുകൂടെ സേഫ് ആയിട്ട് ഇത് കൈകാര്യം ചെയ്യാനല്ലേ? മോഹനൻ ചേട്ടന്റെ റിവ്യൂ നമ്മൾ കേട്ടല്ലോ അല്ലേ? അപ്പൊ ചേട്ടന്റെ ഭാര്യ ബിന്ദു ചേച്ചിയും ഒക്കെ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. നമ്മുടെ ഹാപ്പി കസ്റ്റമേഴ്സ് ആണ് അവര്. അപ്പൊ ഇവരെ പോലെ തന്നെ മറ്റ് ഹോട്ടൽ ഉടമകളുണ്ട് നമുക്ക് ബയോടെക്കിന്റെ കസ്റ്റമേഴ്സ് ആയിട്ട്. അപ്പൊ ഇനി വരും വീഡിയോസിൽ മറ്റൊരു കസ്റ്റമർ റിവ്യൂ ആയിട്ട് വീണ്ടും നമ്മൾ വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ, നന്ദി, നമസ്കാരം.